അർജുൻ. നിൻ്റെയോ? അരവിന്ദ് അല്ലേ? ഇപ്പോൾ സ്കൂളിൽ പോകാൻ നോക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ലയോള സ്കൂളിൽ. നീ എത്രാം ക്ലാസ്സിലാണ്? 4. നീയോ? 2. രണ്ടുപേരും കൂടി 4, 2, 6 അല്ലേ? അല്ലേ, രണ്ടുപേരും കൂടെ കൂട്ടുമ്പോൾ 6 കിട്ടില്ലേ? ആരെ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം? അച്ഛനമ്മയെ? ഓ, അതൊരു കള്ളത്തരല്ലേടാ, ഒരാളെ പറ. സത്യ? അത് ശരി. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൻ്റെ പേരെന്താ പറഞ്ഞത്? ലയോള അല്ലേ? അപ്പോൾ രണ്ടുപേരും പോയി നല്ല മിടുക്കരായിട്ട്, അങ്കിളാണെങ്കിൽ അതുപോലെ തന്നെയാണ്, ഇതുപോലെ പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നു. അപ്പോൾ അതുപോലെ എൻ്റെ പോലെ ആവട്ടെ എന്ന് ഞാൻ ദൈവത്തിൻ്റെ പ്രാർത്ഥിക്കാം കേട്ടോ. എൻ്റെ പോലെ ആയാലുള്ള കുഴപ്പമറിയോ? 8ാം ക്ലാസ് വരെ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പം അത് വേണ്ട കേട്ടോ. അപ്പം ശരിയാണ്, പോയിക്കോ. ഓക്കെ. എന്നെ മനസ്സിലായി? പിന്നെ തീർച്ചയായിട്ടും അറിയാമല്ലോ, ടി വിയിലൊക്കെ കാണുന്നു, ടി വിയില്ല സിനിമയിലെല്ലാം കാണുന്നുണ്ടല്ലോ. അപ്പോൾ പേര് അരുൺ. എനിക്ക് ഞാൻ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും ടി വിയിലൊന്നും നമ്മൾ കാണാത്ത കാരണം കൊണ്ട് അച്ഛനെയൊക്കെ ഈ പറഞ്ഞതുപോലെ നമ്മളെപ്പോഴും കാണുന്നതും ഞങ്ങളുടെ മുഖ്യമന്ത്രിയൊക്കെയാണ്. മക്കളായിട്ട് ഞാൻ സംസാരിച്ചു. അവർ ലയോള സ്കൂളിലാണ് പഠിക്കണേ. നമ്മൾ നേരിട്ട് ഇതിനെ കാണുമ്പോൾ പരിചയപ്പെട്ടിട്ടില്ല. ആദ്യമായിട്ടാണ്. ഓക്കെ, വളരെ സന്തോഷം. അച്ഛനോട് ഓക്കെ. ഡോക്ടറാണെന്നറിയാം. വർക്ക് ചെയ്യണത് ഇപ്പം സ്റ്റേറ്റ് ടി ബി സെൽ. സർക്കാർ സർവീസ്. അപ്പോൾ ഇപ്പോൾ പോകേണ്ട സമയമായിട്ടുണ്ടല്ലോ അല്ലേ? പക്ഷെ ഞാൻ പറയണമെങ്കിൽ അങ്ങനെ നമ്മളൊരു മുഖ്യമന്ത്രിയുടെ മരുമകൾ എന്നുള്ള നിലയ്ക്ക് ഇത്തിരി നേരം വൈകി പോയാലൊന്നും ആരും ഒന്നും ചോദിക്കില്ല. അത് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചെയ്യാൻ പറ്റില്ല, ഇനി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പ്രശ്നങ്ങളുടെയൊക്കെ ഇവിടെ വന്ന് അത് പറയാനും പറ്റില്ല എന്ന് പറയുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സ് ചില ആശകളുണ്ടായിരുന്നു, ചില റെക്കമെൻഡേഷനൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേണ്ടാന്ന് വെച്ചു എന്ന് പറയുന്നത്. നിങ്ങളുടെ അക്വേറിയം ഫിഷിൻ്റെ ഞാൻ കണ്ടപ്പോൾ ഒരു കാര്യം എന്താ വെച്ചാൽ എല്ലാത്തിനും ആ തലയുടെ മുകളിൽ ചുവന്ന നിറമാണ്, ചുവന്ന കൊടിയുടെ ഒരു ചുമപ്പാണ്. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് മീനുകളെ മാത്രമേ ഇവിടെ വളർത്തുള്ളൂ അങ്ങനെയൊന്നുമില്ല. കാരണം നമ്മുടെ ചാളിയും മയിലൊക്കെ പാവാണ്, അതുകൊണ്ട് ചോദിച്ചത്. ഓക്കെ എന്നാൽ ശരി. അപ്പോൾ അച്ഛൻ്റെ ഓഫീസിൽ റെഡിയാണ്, അവിടെ ഇരിപ്പുണ്ട്. നമസ്കാരം. എന്നെ സാറിന് മുഖപരിചയം എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടിട്ടുണ്ടോ? മുഖപരിചയം നല്ല പോലുണ്ട്. ഇന്നസെൻ്റ് എന്ന പേര്, അതിൻ്റെ ഫുൾ ഫോമും മറ്റു കാര്യങ്ങളും ഒന്നും എനിക്കറിഞ്ഞുകൂടാ. ആ തരത്തിലുള്ള പരിചയമാണ് ഉള്ളത്. നമ്മളിതാണ് നേരിട്ട് കണ്ടിട്ടുണ്ട്, അത് ഓർമ്മയുണ്ടോ? നേരിട്ട് കണ്ടിട്ടുണ്ട്. അതായത് ഈ ഇലക്ഷന് തുടങ്ങുന്നതിന് മുമ്പ് ഇവിടുത്തെ ലോ കോളേജിൽ സാറ് പ്രസംഗിക്കാൻ വേണ്ടി വന്നു. അവർ ആർട്സ് ക്ലബിൻ്റെ ആ യൂണിയൻ ഉദ്ഘാടനത്തിൽ. അപ്പോൾ അന്ന് ഞാനും ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ സാറ് പറഞ്ഞു ഞാൻ ആദ്യം പ്രസംഗിച്ച് ഞാൻ പോവാണ്, എനിക്ക് നല്ല തിരക്കുണ്ട് എന്ന് പറഞ്ഞു. അവിടെ വന്ന് പ്രസംഗിച്ചു. അവിടുത്തെ കുട്ടികളെല്ലാവരും കൂടി VS വേണ്ടി സിന്ദാബാദ് വിളിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ കോളേജിലും ഇത്രയധികം ആളുകൾ സാറിൻ്റെ ആൾക്കാർ ഉണ്ടെന്നുള്ളത്. സാധാരണ ഈ യൂണിയൻ ഉദ്ഘാടനത്തിന് അങ്ങനെ രാഷ്ട്രീയത്തിൽ ആൾക്കാരെ വിളിക്കാറില്ല പല കോളേജുകളിലും. ഞങ്ങളൊക്കെയാണ് പോകാറുള്ളത്. അത് കഴിഞ്ഞ് പോകുമ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ പോവാണെന്ന് പറഞ്ഞു. ഞാൻ ഷെയ്ക്കിൻ്റെ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു അപ്പോൾ അന്ന് ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളൂ, സാർ ഇലക്ഷൻ നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് മുഖ്യമന്ത്രിയായിട്ട് കാണാം എന്ന് പറഞ്ഞു. അതിനുശേഷം നേരിട്ട് കാണുന്നത് ഇപ്പോഴാണ്. അപ്പോൾ എന്തായാലും വളരെ അധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒന്ന് കാണാനായിട്ടുള്ളൊരു അവസരം എനിക്ക് കിട്ടിയത്. ഇനി എനിക്ക് ചേച്ചിയൊക്കെ ഒന്ന് കാണണമെന്നുണ്ട്. ഉണ്ടല്ലോ. ഓ, സാധാരണ ഈ ഇൻ്റർവ്യൂവിന് വരുന്ന ആളുകൾ എല്ലാ ചാനലിലുള്ള ആൾക്കാരാണ്.
അപ്പോൾ അവരൊക്കെ മിടുക്കന്മാരാണെന്ന് അറിയിക്കാൻ വേണ്ടി ചോദ്യകർത്താവ് ഈ ഉത്തരം പറയുന്ന ആളെ ഉത്തരം മുട്ടിക്കുക എന്ന് പറയും. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഓണക്കാലത്ത് ഈ മുഖ്യമന്ത്രിയുടെ നമ്മളൊക്കെ ബഹുമാനിക്കുന്ന നമുക്ക് ഇഷ്ടപ്പെടുന്ന ആ മുഖ്യമന്ത്രിയുടെ ഫാമിലി, അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള അംഗങ്ങൾ, അവരൊക്കെ ഈ നാട്ടിലുള്ളവർക്ക് അറിയണം എന്നാഗ്രഹമുണ്ട്. ചോദ്യം ചോദിച്ച് അതിൽ ഒരു മാർക്ക് കിട്ടാനോ പേര് കിട്ടാൻ മാത്രമല്ല, എന്ത് ചോദിച്ചാലും അതിന് എങ്ങനെ മറുപടി പറയണമെന്ന് അറിയുന്ന ഒരാളുമാണ് ആൾ. കാരണം നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്, കാറിൽ കയറാൻ നേരത്തായിരിക്കും ഈ ചാനലുകാർ വന്നിട്ട് അപ്പോൾ അതിനെപ്പറ്റി VS എന്ത് പറയുന്നു എന്ന് പറയും. ആ പറയേണ്ടതൊക്കെ ഞാൻ അവിടെ പറഞ്ഞല്ലോ, അത് കേട്ടില്ലേ എന്ന് പറഞ്ഞ് ഒറ്റ പോക്കാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ ഞാൻ ഇപ്പം മകൻ്റെ വൈഫിനെ പരിചയപ്പെട്ടു, കുട്ടികളെ പരിചയപ്പെട്ടു. മകളും കൂടി ഉണ്ടെന്ന് എനിക്കറിയാം. അവരുടെ പേര് ആശ എന്നറിയാം. അവർ നമ്മൾ കണ്ടില്ല, അതാണ് എവിടെയാണ്? ആശമോള് കുട്ടികളെയും കൊണ്ട് സ്കൂളിൽ പോയിരിക്കുക. കുട്ടികൾക്ക് പരീക്ഷയാണ്. മോള് പിന്നെ +1 പഠിക്കുന്നു കേന്ദ്രീയ വിദ്യാലയത്തിൽ. മോൻ ഇവിടെ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു ക്രൈസ്റ്റ് നഗറിൽ. അപ്പോൾ മോന് പരീക്ഷയാണ്. മരുമോൻ ഡോക്ടറായതുകൊണ്ട് രാവിലെ യൂറോളജിസ്റ്റാണ്. ഡ്യൂട്ടിക്ക് രാവിലെ 8 മണിക്ക് പോകും. അപ്പോൾ മോളാണ് ഇതെല്ലാം ചെയ്യുന്നത്. ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഇതെല്ലാം ചെയ്തിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഈ പേരക്കുട്ടികളൊക്കെ കൊഞ്ചിക്കുന്നത് പോലെ ഈ അരുണിയും ആശയൊക്കെ കൊഞ്ചിക്കാനുള്ള സമയമോ കാര്യങ്ങളൊക്കെ സാറിന് കിട്ടിയിട്ടുണ്ടോ? അവരെല്ലാം ചെറുപ്രായത്തിൽ കൊഞ്ചിക്കേണ്ട ടൈമിനെല്ലാം തന്നെ അതെല്ലാം വാത്സല്യമായിട്ട് പെരുമാറിയിട്ടുണ്ട്. ഇപ്പോഴവർ നല്ല പ്രായമായി ഈ 2 കുട്ടികളുടെ പിതാക്കളായി ഒക്കെ ഇപ്പോൾ കൊഞ്ചിക്കുന്നത് അവരുടെ കുട്ടികളെ അല്ലാതെ ഇവരെ കൊഞ്ചിക്കുക എന്നുള്ളതിൻ്റെ പ്രശ്നമേ ഉദിക്കുന്നില്ല. അത് വളരെ ശരിയായിട്ടുള്ള കാര്യം. കാരണം അല്ല, ഞാൻ ചോദിക്കാനുള്ള കാരണം ഇപ്പം ഞങ്ങളൊക്കെ തന്നെ തിരക്കുള്ള ആളുകളൊക്കെ ആ സമയത്ത് ഇപ്പം VS ഒക്കെ ഒരുപാട് സമയം വീട്ടിലില്ലാത്ത ഒരാളാണ്. പലപ്പോഴും പാർട്ടി പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് തന്നെ അറിയാവുന്നതാണ്. ചെറിയ പ്രവർത്തകർക്ക് വരെ വളരെ ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ പറയും, നിങ്ങൾ നിങ്ങളുടെ മകനെ കൊഞ്ചിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഇവരെ കൊഞ്ചിക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അന്ന് ഞാൻ വേറെ കാര്യങ്ങളെ പറ്റിയുള്ള ചിന്തയായിരുന്നു. നിങ്ങളെ കൊഞ്ചിച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കില്ല. ഞാൻ VS സാറിനെ കാണുമ്പോഴൊക്കെ VS സാറ് ജുബയാണ്. ഞാനും ഉപയോഗിക്കുന്നത് ജുബയാണ്. അപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ പറയുന്നത് ഈ ജുബയൊക്കെ എടുത്തു കൊടുക്കുന്ന ആൾ ചേച്ചിയാണെന്നാണ് പറയുന്നത്. വളരെ കാലങ്ങളായിട്ട് ജുബയാണോ അതോ? അതെ, ഒളിവിൽ താമസിക്കുന്ന ഘട്ടങ്ങളിൽ ഷർട്ടാണ് ഇടുക. ഒളിവ് ജീവിതം കഴിഞ്ഞ് പുറത്തു വന്നപ്പോഴും അതിനു മുമ്പും രൂപയാണ് ധരിച്ചുകൊണ്ടിരിക്കുന്നത്. രൂപ ധരിക്കാൻ തുടങ്ങിയിട്ടൊരു 40-45 കൊല്ലമായി. ഒളിവിൽ താമസിക്കുമ്പോഴാണ് ഷർട്ട് ഇടുക. ഈ ഒളിവിൽ താമസിക്കുമ്പോൾ പല പേരുകളിലും പേരുകൾ സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ജോസഫ്, അങ്ങനെ പല പേരുകളിലും അതെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അപ്പോഴെല്ലാം ധരിച്ചുകൊണ്ടിരുന്നത് പല വിവിധ കളറിലുള്ള ഷർട്ടുകളാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ചേച്ചി കണ്ടിരിക്കുന്നത് ജുബയിലല്ല ഫസ്റ്റൊക്കെ ഞാൻ രൂപയിലാണ് കണ്ടിരിക്കുന്നത്. ആണോ? അത് ശരി. ഒളിവിൽ പോകുമ്പോൾ കാണാൻ പറ്റില്ലല്ലോ. ഒളിവിൽ പോകുമ്പോൾ നമ്മളങ്ങനെ പോയി കാണണം. നമ്മളെ പുറകെ പോലീസുകാർ വരില്ലേ, അതിനൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അല്ലാതെ കണ്ടിരിക്കുന്നതൊക്കെ രൂപ തന്നെ. കുറച്ചും കൂടെ ഇറക്കം കൂട്ടാൻ വിചാരിക്കുന്നു രൂപയ്ക്ക്. നല്ല രസമായിരിക്കും കാണാൻ. അത്രയൊന്നും സഖാവിന് ഇത്രയൊക്കെ ഇഷ്ടമുള്ളൂ. അതാണ്. പിന്നെ ഈ നമ്മൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഓണത്തിനോ അല്ലെങ്കിൽ ബർത്ത്ഡേ എങ്ങനെയൊക്കെ ഗിഫ്റ്റ് കൊടുക്കും ചിലപ്പോൾ ഭർത്താവ് ഭാര്യയ്ക്ക്, ഇങ്ങനെയൊക്കെയുള്ള അങ്ങനെ വല്ലപ്പോഴും വല്ല സാരിയോ അങ്ങനെ എന്തെങ്കിലും ചേച്ചിക്ക്? സാരി വാങ്ങിത്തവരുണ്ട്, ഗിഫ്റ്റായിട്ടല്ല. അങ്ങനെ ഗിഫ്റ്റായിട്ടൊന്നും വാങ്ങിക്കാതെ സഖാവിന് സമയമില്ല. പിന്നെ എവിടെയെങ്കിലും വിശേഷമായിട്ട് വെളിയിലൊക്കെ പോയി വരികയാണെങ്കിൽ കൂട്ടുകാരുടെ കൂടെ സഖാക്കളുടെ കൂടെ അവരുടെ ഭാര്യമാർക്ക് മേടിക്കുമ്പോൾ എനിക്കും കൂടി അക്കൂട്ടത്തിലുണ്ടാകും. അതൊന്നും കറക്റ്റായിരിക്കത്തില്ല. കാരണം പറ്റുന്ന സാരിയൊക്കെ ആകാൻ ചിലപ്പോൾ നീളവും ഇതൊക്കെ കുറവായിരിക്കും. ഒരു 3 മീറ്ററുള്ള നീളമുള്ളൊരു സാരി വാങ്ങി കൊടുത്തു. സത്യമല്ലേ? അതൊന്നും കറക്റ്റ് കച്ചവടക്കടക്കാർ പറയുന്ന അനുസരിച്ച് വാങ്ങും നമ്മൾ. അപ്പോൾ ഈ ജുബയുടെ അളവിലായിരിക്കും ചിലപ്പോൾ സാരി മേടിച്ചെന്നുണ്ടാവുക. ഞാനത് കേട്ടു, അതാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അങ്ങനെ ഉള്ള, അല്ലാണ്ട് ഇപ്പോൾ അത്
വല്ലവരൊക്കെ അതാ ഒരു ചെറിയ പരിഭവം ഉണ്ട് കേട്ടോ. അവർ കൂടെ ഉള്ളവരൊക്കെ വാങ്ങുമ്പോൾ തോന്നുകയാണ് പെട്ടെന്ന്, അവരുടെ കൂടെ വാങ്ങിക്കും അല്ലേ? പരിഭവമല്ല, അത് ശരിയായിപ്പോയി. അല്ല ഇനിയിപ്പോൾ ഇനിയെങ്കിലും നമ്മൾ പരിഭവം ഉള്ളത് നിങ്ങൾ പറഞ്ഞു തീർത്തില്ലെങ്കിൽ അല്ലേ പിന്നെ എന്നാ നമ്മൾ പറയാ. ചേച്ചിയുടെ അച്ഛൻ പാട്ടുകാരനായിരുന്നു, നടനായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ചേച്ചിയും അത്യാവശ്യം നന്നായിട്ട് വസുമതി ചേച്ചി ഇപ്പോഴും കുറച്ചൊക്കെ ഇപ്പൊ അത്ര പാട്ടിൻ്റെയൊക്കെ പോയി, സ്വരവും പോയി, പാട്ടും ഇല്ല. ഇപ്പൊ അസുഖമായിപ്പോയി. ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം BSR പറയാറുണ്ട് വല്ലപ്പോഴും ഒന്ന് ഒരു സഖാവിന് അറിയാൻ പാടില്ല എനിക്ക് പാട്ടറിയാവുന്ന ആളായിരുന്നെന്ന് പോലും അറിഞ്ഞൂടാ. അപ്പൊ അതൊക്കെ നമ്മളങ്ങോട്ട് സഹിക്കണം അല്ലേ? സഖാവ് പാടുവോ? സഖാവ് പിന്നെ പാട്ടായിട്ട് പാടി കേട്ടിട്ടില്ല. ഈ ചാനലുകാരൊക്കെ ചോദിക്കുമ്പോൾ മറ്റേ ഓണത്തിൻ്റെയൊക്കെ കാര്യമൊക്കെ അങ്ങനെ. പിന്നെ ചില TV-ലൊക്കെ സഖാവ് കണ്ടിട്ടില്ലേ, ചില പാട്ട് പോലത്തെ കാര്യങ്ങൾ പറയണേ, അതൊക്കെ കേട്ടിട്ടുണ്ട്. ചേച്ചി ഇപ്പൊ രണ്ടുപേര് പാടുവോ? അയ്യോ എനിക്ക് ഇപ്പൊ പാടാൻ പറ്റില്ല. അല്ല ഈ ഗന്ധർവ സംഗീതം മറ്റേതൊക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ കണ്ടിട്ടുണ്ട്, കണ്ടിട്ടിരിക്കല്ലേ. സഖാവ് അങ്ങനെ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗം നമ്മൾ കേൾക്കാറുണ്ട്. ആ പ്രസംഗത്തിന് തന്നെ ഒരു പ്രത്യേക രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വേറെ ആരുടെയും പ്രസംഗത്തിൽ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ അത് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിലാണ് സഖാവ് പ്രസംഗിക്കാറുള്ളത്. അപ്പോൾ ആളുകളൊക്കെ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു എന്താ പറയുക, ഒരു കലാപരിപാടി പോലെയാണ് അദ്ദേഹം അത് അവതരിപ്പിക്കാറ്. പക്ഷേ വിപ്ലവഗാനങ്ങളൊക്കെ അത്യാവശ്യം സാറ് ഒന്ന് മൂളിയിട്ടുണ്ടാവും അല്ലേ? വിപ്ലവഗാനങ്ങൾ മാത്രമല്ല, ചങ്ങമ്പുഴയുടെ മലരണീക്കാണ്ടുകൾ തിങ്ങി വിങ്ങി എന്നുള്ള പാട്ട്, മരതകാന്തിയിൽ അതെ, മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു നിന്നി, അതെ അതെ, ആലസ ഗ്രാമഭംഗി. എൻ്റെ അപ്പനും ഇത് ഈ പാട്ട് പാടാറുണ്ട്, അതുകൊണ്ടാണ് എനിക്കത് ഓർമ്മ വരാനുള്ള കാര്യം. അതെ. പിന്നെ ഈ ഓണപ്പാട്ട്, കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. ഓണക്കാലത്തെ മാവേലി നാട് വാണിരുന്ന കാലത്തെ അങ്ങനെയുള്ള പാട്ടുകൾ. ഇതുപോലെ കുമാരനാശാൻ്റെ ചില വരികൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുകയും ഞാൻ ചെയ്യാറുണ്ട്. നാടകങ്ങളിൽ വല്ല അഭിനയിക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. നാടകങ്ങൾ കാണുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ അറിഞ്ഞത് ഏതാണ്ട് 43-ാം വയസ്സിലാണ് VS വിവാഹം കഴിച്ചത്, ആണോ? അത് 42 വയസ്സിലാണ് വിവാഹം കഴിച്ചത്. ചേച്ചി എങ്ങനെയാണ് ഈ ചേച്ചീനെ കണ്ടുമുട്ടിയത്? എങ്ങനെ, ആരായിട്ടാണ് ഈ കല്യാണക്കാരി ആലോചിച്ചത്? ഞാൻ അരൂരുമൊക്കെ പോകുമ്പോൾ പാർട്ടിയുടെ ജനറൽ ബോഡി യോഗങ്ങളിലും പൊതുയോഗങ്ങളിലുമൊക്കെ ഇവർ വരാറുണ്ട്. അങ്ങനെ കാണുകയും പല പ്രാവശ്യമായിട്ട് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാനിടയായിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഒരു പഴയ സ്നേഹിതൻ CG സദാശിവൻ, എൻ്റെ മറ്റൊരു സ്നേഹിതനായ TK രാമൻ, ഇതേപോലുള്ള ആളുകളുടെ ഒരു പ്രപ്പോസലായിട്ട് എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായ N ശ്രീധരനുമായിട്ട് അവർ തമ്മിൽ സംസാരിച്ച്, അങ്ങനെ ശ്രീധരനും ഇവരെല്ലാം എന്നോട് പറഞ്ഞു. അപ്പം ഞാനാകട്ടെ പഴയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ പോലെ അവിവാഹിതരായി കഴിയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തി പോകുന്നത്. R സുഗതൻ, C കണ്ണൻ, ഇതേപോലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ വിവാഹിതരായിരുന്നില്ല മരണം വരെ. രാഷ്ട്രീയ പ്രവർത്തകന്മാർക്ക് ജയിലും ഒളിവ് ജീവിതവും കഷ്ടപ്പാടുകളും എല്ലാം ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു വിവാഹം നടത്തി ആ വിവാഹത്തിൻ്റെ പങ്കാളിയായി വരുന്ന ആളെ കൂടെ ഈ ദുരിതം വരച്ചു വെക്കണ്ട എന്നുള്ള നിലയിലുള്ള ചിന്തയായിരുന്നു
ആദ്യം ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം സാറ് മറ്റേ ആർ സുഗതനെ കാണാൻ വേണ്ടി പോയി. അതെ. അപ്പം അദ്ദേഹം വളരെ എന്താ ഈ പറഞ്ഞതുപോലെ ആകെ അവശനായിട്ട് കിടക്കുമ്പോൾ അദ്ദേഹത്തെ സ്വന്തമായിട്ട് അദ്ദേഹത്തിന് എഴുന്നേറ്റ് മൂത്രം ഒഴിക്കാൻ പോലും അദ്ദേഹത്തിന് വയ്യ. അപ്പോൾ വേറൊരാളുടെ സഹായത്തിലാണ് അദ്ദേഹത്തിന് മൂത്രം ഒഴിപ്പിക്കാൻ വരെ കൊണ്ടുപോകുന്നത്. അപ്പോഴാണ് ഇത്ര അച്ഛന് തോന്നിയെന്ന് ഒരു കല്യാണം കഴിക്കുന്നത് നല്ലതാണ്. കാരണം നമുക്കാണെങ്കിൽ ഇങ്ങനെ കുറേ കിട്ടിയിട്ടുള്ള ആളാണ്, ഇനിയും നമുക്കിതൊക്കെ കിട്ടുമോ കിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു കല്യാണം കഴിച്ച ഒരാളെങ്കിലും നമ്മളെ സഹായിക്കാനുള്ള, അങ്ങനെയാണ് വിവാഹത്തെ പറ്റി ആലോചിച്ചത് എന്നാൽ നേരാണോ? അതൊരു സത്യമാണ്. അപ്പോൾ ചേച്ചീനെ ഹോസ്പിറ്റലിൽ നഴ്സിംഗ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, വീട്ടിലും. അതെ, അത് ഭാര്യമാർ സൗഹൃദമായിട്ട് രോഗിയായിട്ട് വന്നു കഴിഞ്ഞാൽ ആരാണോ സുഖത്തിന് വിധേയമാകുന്നത് അവരെ ശുശ്രൂഷിക്കുമല്ലോ പരസ്പരം. തീർച്ചയായിട്ടും. അതെ, ആ നിലയിൽ ആർ സുഗതൻ്റെ അവസാന കാലത്ത് പിന്നെ സ്മാരകത്തിലെ ഒരു മുറിയിലായിരുന്നു അദ്ദേഹം കഴിഞ്ഞിരുന്നത്. മനുഷ്യൻ്റെ ചില ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന അസുഖത്തിൻ്റെ അവസരത്തിൽ ഉണ്ടാകുന്ന നിസ്സഹായ അവസ്ഥ, അതിൽ ഒരു പരസഹായ ആവശ്യമാകും. പിന്നെ കല്യാണം കഴിക്കാതിരിക്കുക എന്നുള്ള നിർബന്ധപൂർവമായിട്ടുള്ള നിലപാട് എടുത്ത ആർ സുഗതനെ ഇങ്ങനെ വരികയാണെങ്കിൽ അതേ നിർബന്ധം തന്നെ പിടിച്ചുകൊണ്ട് ഇത് 42 വയസ്സ് വരെ വേണ്ടെന്നുള്ള നിലയിൽ നിൽക്കുന്ന ഞാനും അവസാന കാലത്ത് ഇതുപോലുള്ള സ്ഥിതി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്നാലോചിച്ചു. ഒരു പ്രാവശ്യം ലില്ലി എന്ന് പറയുന്ന ഒരു സഖാവ് വസുമതി ചേച്ചി അന്ന് വസുമതി ചേച്ചിയും കൂടിയിട്ട് ഈ വസുമതി ചേച്ചിക്ക് ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് ലില്ലി സഖാവ് VS പാർട്ടി ഓഫീസിൽ ചെന്ന് കണ്ടു അല്ലേ? കണ്ടില്ല, ഞാൻ കണ്ടു, എന്നെ കൊണ്ട് പോയി കാണിക്കാൻ. എന്നിട്ട് സാറ് ഇവരുടെ മുഖത്ത് പോലും നോക്കില്ല, ചാരി കിടക്കായിരുന്നു പറയുന്നത്. പിന്നെ വേറെ കാര്യം അരുൺ, ഈ നമ്മളൊരു കല്യാണമൊക്കെ പറഞ്ഞൊക്കെ റെഡിയാക്കി ഏകദേശം അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷം ചേച്ചിയും അമ്മയും അച്ഛനും തമ്മിലൊരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ നമ്മൾ സാധാരണ കല്യാണം കഴിക്കുന്നതിനേക്കാൾ മുമ്പ് ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ നിനക്ക് വലിയ പട്ടുമെത്താം മറ്റേത് അങ്ങനെയൊക്കെ പറയും. അച്ഛൻ ആ വിവാഹം നടക്കാതിരിക്കുന്ന വിധത്തിലുള്ള നിരുത്സാഹപ്പെടുത്തലായിരുന്നു എന്നാണ് കേട്ടത്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണെന്ന്, ഇതിൽ നിന്നുണ്ടാവുന്ന അങ്ങനെ കുറേ കാര്യങ്ങൾ നേരത്തെ അങ്ങോട്ട്. അതെ, ഒരു ആത്മവിശ്വാസം ഉണ്ടാകാൻ സഹായകമാകത്തക്ക തരത്തിൽ ഭാവിയിൽ ഉണ്ടാകാവുന്ന വിഷമതകരമായ സ്ഥിതിഗതികളെ സംബന്ധിച്ച് അവർ പറഞ്ഞ് മനസ്സിലാക്കണമല്ലോ. തീർച്ചയായിട്ടും. തെറ്റായിട്ടുള്ള നിലയിലുള്ള ധാരണയും വിശ്വാസവും ഒക്കെ വെച്ച് പുലർത്തിയിട്ട് വിവാഹം കഴിഞ്ഞ് കുറേ കഴിയുമ്പോഴേക്ക് ഇങ്ങനെ ആയിരുന്നോ കഷ്ടം എന്നുള്ള നിലയിൽ ചിന്ത വരരുതല്ല. അതുകൊണ്ട് അത് മുന്നോറ് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി. അങ്ങനെ വല്ലപ്പോഴും തോന്നിയിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെയല്ലോ, ആളെ കാണുന്നില്ലല്ലോ എന്നങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതിൽ നമ്മൾ പിന്നെ നമ്മളും ഇതിൻ്റെ ഒരു പ്രവർത്തകയായിരുന്നത്, നമുക്കറിയാലോ അതിൻ്റെ കാര്യങ്ങളൊക്കെ. ഞാൻ അറിഞ്ഞു ഒരു പ്രാവശ്യം ഒളിവിൽ താമസിക്കുന്ന കാലത്ത് വീട്ടിലേക്ക് വരുമ്പോൾ അന്ന് ചേച്ചി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യായിരുന്നു, നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. എന്നിട്ട് പാതിരാത്രിക്ക് വന്ന് പോലീസ് വന്ന് സാറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അന്ന് ഈ കുട്ടികൾ തനിച്ചായിരുന്നു, ആശയും. അപ്പം ഞാൻ ചോദിക്കുന്നത് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ, കാരണം ഒരു മനുഷ്യൻ്റെ കുടുംബം എന്ന് പറയുമ്പോൾ വളരെ അധികം നമ്മൾ പാർട്ടിയിലുണ്ട്, അതിൽ ഉറച്ചു തന്നെയാണ് നിൽക്കണവരൊക്കെ വരുമ്പോഴും ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോഴെങ്കിലും നമുക്ക് ഇനി ഇത് വേണ്ട എന്ന് ചേച്ചിക്ക് പറയണം എന്നങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ഇതൊക്കെ ഉണ്ടാകുന്നുള്ളത് നമ്മൾ ധരിച്ചെടുത്തേ ഇല്ല ഇരിക്കുന്നത്. ഇത് ഭാവിയിലുണ്ടാകും, ഉടനെ ഉണ്ടാകും, കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാകും എന്നൊക്കെ നമ്മൾ നേരത്തെ മനസ്സിലേക്ക് പഠിപ്പിച്ചിട്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് അതിനെ ഒന്നും തോന്നിയിട്ടില്ല. അപ്പൊ എന്തെങ്കിലും അസുഖങ്ങൾ, പിള്ളേർക്ക് അസുഖം വരുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ചൊരു വിഷമങ്ങളുണ്ടാകും. അമ്മ സുഖമില്ലാതെ വസൂരിയായിട്ട് കിടക്കുമ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ വസൂരി വന്നു കഴിഞ്ഞാൽ മരിച്ചു പോലായിരുന്നു അല്ലേ? അപ്പം സഖാവിൻ്റെ അമ്മ സുഖമില്ലാതെ കിടക്കുമ്പോൾ സാറ് വേറെ വീട്ടിലായിരുന്നു. സാറും സാറിൻ്റെ ചേട്ടനോ അനിയനോ. അതെ.
അപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് മക്കളെ കാണണം എന്ന് പറയുകയാണ്. നമുക്കൊന്നും ഒരിക്കലും ഇത് ആലോചിക്കാൻ പോലും പറ്റില്ല. എനിക്ക് മക്കളെ കാണണം എന്ന് പറഞ്ഞിട്ട് ഒരു തോടിൻ്റെ അപ്പുറത്ത് നിന്ന്. അതെ, ഈ മസൂരി വളരെ പകരുന്ന ഒരു സൂക്കേടായതുകൊണ്ട് അങ്ങോട്ട് അടുക്കാൻ പിന്നെ ഈ വടപതിമാരും അതിൻ്റെ ഈ ചികിത്സക്കാരായിട്ടുള്ള ആളുകളും മേൽനോട്ടക്കാരും ഒന്നും സമ്മതിക്കില്ല. അതുകൊണ്ട് എൻ്റെ ജ്യേഷ്ഠൻ്റെ കൂടെ ഞാനിന്ന് പോയി. പിന്നെ ഉടുപ്പും കൊണാനും ഒക്കെ മാത്രം ധരിച്ചൊക്കെ നടക്കുന്ന ഈ ടൈപ്പാണ്. അങ്ങനെ പോയി അമ്മയെ കണ്ടു. ഒരു ജനലിൽ കൂടി അമ്മ ഞങ്ങളെ പിന്നെ നോക്കുന്നതും കാണുന്നതും ഞങ്ങളങ്ങോട്ട് കാണുന്നതും എല്ലാം തന്നെ അങ്ങനെ കണ്ടിട്ട് പോരാനേ കഴിഞ്ഞുള്ളൂ. ഒരു ദുഃഖകരമായ കാഴ്ചയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 3-4 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് മരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ മരണാനന്തര കർമ്മങ്ങളുടെ സമയത്തൊക്കെ അവിടെ ഉണ്ടായിരുന്നു? അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ്റെ സഹോദരി അപ്പച്ചി എന്ന് വിളിക്കും ഞങ്ങൾ ഇവിടെയൊക്കെ. അപ്പോൾ അപ്പച്ചിയായിരുന്നു പിന്നെ അമ്മയുടെ അഭാവത്തിൽ ഞങ്ങളെ വളർത്തിയതും ഭക്ഷണം തരികയും മറ്റു കാര്യങ്ങളും പള്ളിക്കൂടത്തിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കുകയും വേണ്ടതെല്ലാം ചെയ്യുന്നത് അവരായിരുന്നു. ആ ജ്യേഷ്ഠന് പിന്നൊരു കടയുണ്ടായിരുന്നുകൊണ്ട് മെഷീൻ തയ്യലും ജവളി കച്ചവടവും ആയിരുന്നുകൊണ്ട് അദ്ദേഹം അതിന് പോവുമായിരുന്നു. അങ്ങനെയായിരുന്നു. പിന്നെ എൻ്റെ ഒരു അനിയനും അവൻ്റെ താഴെ ഒരു പെങ്ങളും ഉണ്ടായിരുന്നു. വളരെ ചെറുപ്പത്തിൽ ആണ് അമ്മയുടെ ഈ മരണം. ചെറിയ ചെറിയ ഓർമ്മകളേ ഉള്ളൂ. അത് അച്ഛൻ അപ്പോൾ അച്ഛൻ എനിക്ക് 11 വയസ്സുള്ളപ്പോൾ മരണപ്പെട്ടു പോയി. അമ്മ ഒരു 4.5 വയസ്സുള്ള എനിക്ക് 4.5 വയസ്സുള്ളപ്പോൾ അമ്മ മരിക്കുന്നത്. ഈ സ്കൂളിൽ വെച്ച് ഒരു പ്രാവശ്യം അരഞ്ഞാണം അരയിൽ നിന്നും വലിച്ചൂരി ആരെയോ തല്ലി എന്ന് കേട്ടിട്ടുണ്ട്. അതെ, അതെന്തായിരുന്നു അതിൻ്റെ കാര്യം? അത് ഞാൻ 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 3-ാം ക്ലാസ്സിൽ നിന്ന് ജയിച്ച് 4-ാം ക്ലാസ് എന്ന് പറയുന്നത് പിന്നെ കളർ റോഡ് ആണ് സ്കൂളുള്ളത്. ആ കളർ റോഡുള്ള സ്കൂട്ടിലേക്ക് ഞാൻ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് കുറേ നടക്കണം. നടക്കുന്നതിനിടയിൽ അന്ന് ഈ വർഗീയത ഭയങ്കരമായിട്ട് ഉള്ള കാലം. അപ്പോൾ നായർ സ്റ്റുഡൻറ്റുകളെല്ലാം തന്നെ കളർ റോഡ് അമ്പലം എന്ന് പറയുന്നത് ഈ അവരുടെ ഒരു കേന്ദ്രം. അവിടെ ചെല്ലുമ്പോഴേക്ക് അവർ ഈ പിന്നോക്കമൊക്കെ നിൽക്കുന്ന കുട്ടികളെ കണ്ടമാനം ഉപദ്രവിക്കും. ആദ്യത്തെ ദിവസം ഇങ്ങനെ പിന്നെ തൊഴാനും മുട്ടയിൽ നിന്ന് തൊഴാനും ഒറ്റക്കാലയിൽ നിന്ന് തൊഴാനും ഒക്കെ ഇവരിങ്ങനെ ആവശ്യപ്പെടും. അത് ചെയ്തില്ലല്ലോ അവർ തല്ലും. ഇതാണ് ചെറുപ്പത്തിൽ തന്നെ നമുക്ക് പ്രാക്ടീസ് കിട്ടി. ഗുണ്ടകളായിട്ടുള്ള ആളുകളാണ് വന്നിങ്ങനെ ഇതൊക്കെ സാധാരണ ചെയ്യും. അപ്പം ഞാൻ പോയി വീട്ടിലച്ഛനോട് പറഞ്ഞു ഇന്നെ പോലെ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അത് സാരമില്ല, 2-3 ദിവസത്തേക്ക് പോകണ്ട, അത് കഴിഞ്ഞ് പോവാം എന്ന് പറഞ്ഞിട്ട് അച്ഛനൊരു അരഞ്ഞാൺ തയ്യാറാക്കി തന്നു. സാധാരണ അരയിലിടുന്ന അരിഞ്ഞാണിനേക്കാൾ ഒരു ഇരട്ടി കാറ്റിയത് കൂടിയതും ഒരു ചെറിയ പിടിയുള്ളതും ഊരിപ്പോവാതെ കയ്യിൽ നിന്ന് ഊരിപ്പോവാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയ പിടിയോട് കൂടിയിട്ട് നോക്കിയാൽ അരിഞ്ഞാണായിട്ട് തോന്നും. ഇതും കൂടെ ഇട്ടോന്ന് പറഞ്ഞു. അവരെ ഇല്ലയാണെങ്കിൽ നല്ല പോലെ ഒന്ന് വീശിയാൽ മതി, അമ്മരെല്ലാം ഓടും. അഥവാ അവരടി അടിച്ചാൽ പിന്നെ ജന്മത്തെ നിൽക്കില്ല, അരിഞ്ഞാൻ്റെ അടി കൊണ്ടാൽ നോക്കിയില്ലെന്ന്. അങ്ങനെ ഒരു വീശേണ്ടി വന്നു. അങ്ങനെ പിന്നെ ഞാൻ ചെല്ലുമ്പോൾ ഉടനെ അവരെല്ലാം അടുത്ത് കൂടിയിട്ട് ഇങ്ങനെ പിന്നെ മുട്ടയിൽ നിന്ന് തൊഴാനും മറ്റൊക്കെയുള്ള ഡിമാൻഡ് ആവശ്യപ്പെട്ടു. അടി കൊടുത്തപ്പോൾ അടിയും കൊണ്ട് ഓടി പലരും.
അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ സ്കൂളിൽ പഠിച്ചിരുന്നതൊക്കെ എവിടെയായിരുന്നു? അവിടെ പുന്നപ്പറയുള്ള സ്കൂളിലാണ്. ചോദിക്കുന്നതുകൊണ്ടൊന്നും ഒരു തോന്നുന്നു. വിഷമവുമില്ല. എത്ര ക്ലാസ് വരെ പഠിച്ചു? ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചു. ആ, അപ്പോൾ വിദ്യാഭ്യാസത്തിൽ ഞാൻ ഇന്ന് വരെ എൻ്റെ അത്രയും പഠിപ്പുള്ള ഒരാളെ ഞാൻ സാറിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ബാക്കി എല്ലാവരും എന്നെക്കാളും മുകളിലാണ്. അത് ഞാനും 8ാം ക്ലാസ്സിൽ. ഇതിനിടയിൽ തോറ്റിട്ടുണ്ടോ? ഇതിനിടയിൽ തോറ്റിട്ടില്ല. അച്ഛൻ്റെ മരണത്തെ തുടർന്നാണ് പഠിപ്പ് നിർത്തേണ്ടതായിട്ട് വന്നത്. ഞാൻ കേട്ടതാണ് ഈ പുന്നപ്പറ സമരം. ആ സമയത്ത് കുറച്ച് ക്യാമ്പുകൾ ഉണ്ടായിരുന്നതും അതിലൊരു 3 ക്യാമ്പുകൾ മേൽനോട്ടം വഹിച്ചത് VSR ആണെന്ന് പറഞ്ഞു. ആ സമയത്ത് CP രാമസ്വാമിയുടെ പോലീസുകാർ കുടിലുകൾ തോറും നടന്നു കഴിഞ്ഞിട്ട് ഈ അമേരിക്കൻ ഭരണത്തിന് സിന്ദാബാദ് വിളിക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുർദാബാദ് വിളിക്കുകയും ഇല്ലെങ്കിൽ അവരെ തല്ലിച്ചതയ്ക്കുക, അവരുടെ കുട്ടികളെ മാനഭംഗപ്പെടുത്തുക, ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ആ സമയത്ത് ഒരു 3 ക്യാമ്പുകൾ സാറിനെ ഏൽപ്പിച്ചു. ഈ പോലീസുകാരെ നേരിടാനുള്ള ട്രെയിനിങ് കൊടുത്തു എന്നും പറഞ്ഞു. അതിപ്പോൾ എങ്ങനെയാണ് ആ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ? ട്രെയിനിങ് എന്ന് പറയുന്നത് 2 വിധത്തിലുള്ള ട്രെയിനിങ്ങാണ്. ഒന്ന് ഫിസിക്കൽ ട്രെയിനിങ്. ഫിസിക്കൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ പോലീസുകാർ അവരുടെ നേരെ ചെല്ലുമ്പോൾ അവരെ ആക്രമിക്കാനും സ്റ്റേഷൻ ആക്രമിക്കാനും ഒക്കെ ആണെങ്കിൽ മുന്നറിയിപ്പ് നൽകും, ഫയർ 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 എന്ന്. അപ്പോൾ ഓടിക്കൊള്ളണം. ഓടിയിട്ടില്ലെങ്കിൽ അവർ വെടിവെക്കും. അപ്പോൾ വെടിവെക്കുമ്പോൾ കൊള്ളാതിരിക്കാൻ ഉള്ള പരിശീലനമാണ് പിരിഞ്ഞു വന്ന പട്ടാളക്കാർ. ചിലർ സെലക്ട് ചെയ്താണ് ഈ ക്യാമ്പുകളിലേക്കുള്ള ഫിസിക്കൽ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ അടക്കാമരം വിലയ്ക്ക് വാങ്ങി വെട്ടി അത് 4ആയിട്ട് കീറി അതിലൊരു ഭാഗം കൊണ്ട് കുന്തമായിട്ട് കുത്താനുള്ള പരിശീലനം നടത്താൻ വേണ്ടിയിട്ട് ഫയർ പറയുമ്പോൾ ഭൂമിയിൽ കമന്ന് കിടന്നിട്ട് ഈ കുന്തവുമായിട്ട് മുന്നോട്ട് എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് നീങ്ങാൻ ഉള്ള പരിശീലനമാണ് അവർ കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ അവർക്കുള്ള രാഷ്ട്രീയ ക്ലാസ്, CP ഭരണം കൊണ്ട് നാടിനുണ്ടാകുന്ന ദ്രോഹകരമായ വസ്തുതകളെല്ലാം അവരെ പറഞ്ഞു മനസ്സിലാക്കി തിരിച്ചടിക്കാൻ വേണ്ടി തയ്യാറാകുമ്പോൾ ചിലപ്പം യാദൃശ്ചികമായിട്ട് വെടിവെച്ചാൽ നമ്മൾ മരിച്ചൊന്നും ഇരിക്കും. അല്ലാലും എപ്പോഴായാലും മരിക്കണമല്ലോ. പിന്നെ പോലീസ് ഒരു പ്രാവശ്യം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഞാൻ കേട്ടത് ഈ അഴികളുടെ അപ്പുറത്തേക്ക് കാലുകൾ വലിച്ചു വെച്ച് അതിൽ കെട്ടിയിട്ട് അവർ മർദ്ദിച്ചു ഒരുപാട് രക്തം പോയെന്നും പോലീസ് ബയനറ്റോ കത്തിയോ എന്തോ അങ്ങനെ കുത്തി എന്നൊക്കെ. ഇതൊക്കെ അന്നുണ്ടായിട്ടുള്ള സംഭവങ്ങളാണ്. അന്നുണ്ടായിട്ടുള്ള സംഭവങ്ങളാണ് അല്ലേ ചേച്ചി? ഇതൊക്കെ കഴിഞ്ഞിട്ട് കണ്ടിട്ടില്ല? ആ സമയത്തൊക്കെ വലിയ ക്ഷീണത്തോട് കൂടിയിട്ടല്ലേ ആൾ വരിക? പിന്നെ എൻ്റെ ഭാര്യയെ കഴിക്കുന്നതിന് മുൻപാണ്, കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള കഥകൾ. കല്യാണം കഴിച്ചത് അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ്. ആ കത്തി കൊണ്ട് കുത്തിയിട്ടുള്ള പാടുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇങ്ങനെ കുഴിയുണ്ട്, കാലിലുണ്ട്. പിന്നെ ബൈനറ്റ് കുത്തി ഇറക്കുമ്പോൾ എന്തെങ്കിലും വേറെ ആളുകളെ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് അറസ്റ്റ് അങ്ങനെ അത് ആവശ്യപ്പെട്ടിട്ടാണ് ചെയ്യുന്നത്. EMS നമ്പൂതിരിപ്പാട്, KV പത്രോസ്, ഇതാണ് ഇവിടുത്തെ ഇപ്പുറം അതിൻ്റെ മോന. 46-ലാണ് ആ കുത്തിയത്. 46-ൽ ലോക്കപ്പിൻ്റെ പുറത്തേക്ക് കാല് രണ്ടും വലിച്ചിട്ടിട്ട് ചക്കരക്കയറുകൊണ്ട് കാല് പുറത്ത് കെട്ടി അപ്പുറവും ഇപ്പുറവും കെട്ടിയതിന് ശേഷം കാല് തിരിച്ച് ഉള്ളിലേക്ക് വലിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ലാത്തികൾ വെച്ച് കയറുമായിട്ട് കെട്ടി വെച്ചിട്ടാണ് നല്ല ശൂരൽ പിടി കൊണ്ട് അടിക്കുകയാണ് ഓരോ പ്രാവശ്യം ചെയ്യുന്നത്. അടിക്കുമ്പോൾ അതിഭയങ്കരമായ വേദനയാണ് ഈ കാൽ വിളക്കി അവരടിക്കുന്നത്. 25 പ്രാവശ്യം ഏറ്റവും നിഷ്ഠുരമായിട്ട് അടിക്കുമ്പോഴും
ഒന്നും പറയുന്നില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരന് ദേഷ്യം തോന്നി. അയാളുടെ തോക്കിൽ ബയനറ്റ് ഫിറ്റ് ചെയ്തിട്ട് ഈ കൂർത്തിരിക്കുന്ന ആ ബയനറ്റിൻ്റെ ഭാഗം കൊണ്ട് കുത്തി കാല് വെള്ളയ്ക്ക് നല്ല സൗകര്യമാണല്ലോ, കട്ടി ഇട്ടിരിക്കുന്നില്ല കുറച്ച്, അങ്ങനെ കുത്തി കഴിഞ്ഞപ്പോൾ വളരെ ശക്തമായ നിലയിൽ ആ പാട്ടിൽ കൂടി രക്തം അങ്ങോട്ട് പ്രവഹിച്ച് ജയിൽ പിന്നെ മുറികളാകെ തന്നെ, അകത്തും പുറത്തുമുള്ള ജയിൽ മുറികളാകെ തന്നെ രക്തം കൊണ്ട് പിന്നെ വല്ലാതെ പിന്നെ അവിടെ നിറയുകയാണ് ചെയ്തത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അൺകോൺഷ്യസ് ആയിപ്പോയി, ബോധഹീനനായിപ്പോയി. ഉടനെ തന്നെ എടിയൻ നാരായണപിള്ള പറഞ്ഞു, അവൻ ചത്ത് കാണും, അവനെ കാട്ടിലൂടെ എങ്ങനെ കൊണ്ട് എറിഞ്ഞു പോര് എന്ന് പോലീസുകാർക്ക് നിർദ്ദേശം കൊടുത്തു. പോലീസുകാർക്ക് നിർദ്ദേശം കൊടുത്തപ്പോൾ സാറെ പിടിക്കുകയും വലിക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടി സാറന്മാർക്ക് ഒരു സഹായ എന്നുള്ള നിലയിൽ ഞാൻ കൂടെ വരാം എന്ന് പറഞ്ഞിട്ട് അവിടെ 1042 കേസിലെ പ്രതിയായ കോലപ്പൻ, കള്ളൻ കോലപ്പൻ എന്നാണ് അയാളെ അറിയുന്നത്. കള്ളൻ കോലപ്പൻ പോക്കറ്റിൻ്റെയും അതുപോലുള്ള നിരവധി കേസുകളിലെ പ്രതിയായിട്ട് ഓരോ ദിവസവും കേസിന് വിവിധ കോടതികളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് കോലപ്പനും കൂടെ സാറേ ഞാനും കൂടെ വന്ന് സഹായിക്കാമെന്ന് പറഞ്ഞ് ലോക്കപ്പ് ജീപ്പിൽ കയറി കാടിൻ്റെ അടുത്ത് കൊണ്ടിരിക്കുമ്പോഴേക്ക് ഞാൻ മറ്റേ ചെയ്യുന്നത് കണ്ടിട്ട് പിന്നെ കോലപ്പൻ പോലീസുകാരോട് പറഞ്ഞു, ഏമാനെ ആള് മരിച്ചിട്ടില്ല, അനങ്ങുന്നുണ്ട്, നമുക്ക് പല ആശുപത്രിയിലേക്ക്, സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഇതായിരുന്നു അന്നത്തെ. അതെ, ഞാൻ ചോദിച്ചത് സൈമൺ ഒരു രാത്രി പെട്ടെന്ന് സൈമൺ അല്ല, സോളമൻ. സോളമൻ എൻ്റെ സഹതടവുകാരനായിരുന്നു. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. മാവേലിക്കരയാണ്, കൊട്ടാരക്കരയാണ്, ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്. അദ്ദേഹം പിന്നെ തൊഴിലാളി പ്രവർത്തകനായിരുന്നു. അരൂർ മേഖലയിലൊരു തൊഴിലാളി പ്രവർത്തകനായിരുന്നു. ഞങ്ങളെപ്പോലെ തന്നെ ട്രേഡ് യൂണിയൻ പ്രവർത്തനമായിരുന്നു. അങ്ങനെ പ്രവർത്തനത്തിനിടയിൽ ഈ കേസുമൊക്കെ പുനഃപ്രവേലാർ കേസിലെ പ്രതിയായിട്ട് പിന്നെ ആലപ്പുഴ സബ് ജയിലിൽ കഴിയുകയായിരുന്നു. ആലപ്പുഴ സബ് ജയിലിൽ കഴിയുമ്പോൾ രാത്രി അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. അദ്ദേഹം സ്വപ്നം കണ്ടത് ഒരു പാമ്പ് ഒന്ന് കൊത്തുന്നു എന്നാണ്. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം കരഞ്ഞു. ഉടനെ തന്നെ മുറിയിലുള്ളവരെല്ലാവരും കരഞ്ഞു, അടുത്തടുത്ത മുറികളിലും കരയുന്നു. അപ്പോൾ ഈ പോലീസുകാർ രാത്രിയും പകലും ഇല്ലാതെ മുറിയിൽ നിന്ന് തടവുകാരെ ഇറക്കിയിട്ട് മർദ്ദിക്കുകയാണല്ലോ അവിടെ ചെയ്യുക. ആലപ്പുഴ സബ് ജയിലിലെ സ്ഥിരം പണി അതാണ്. അപ്പോൾ മർദ്ദനം തുടങ്ങിയെന്ന് കരുതിയിട്ടും ആണ്, കൊത്തിയതൊന്നും മനസ്സിലായിട്ടില്ല. മറ്റുള്ള സെല്ലിലുള്ള ആളുടെ ചിന്ത അതാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ OM ഖാദറായിരുന്നു അന്ന് ആലപ്പുഴ സബ് ജയിലിൻ്റെ ചുമതലക്കാരൻ. അപ്പോൾ OM ഖാദർ, DSP അച്യുതൻ, ഇതുപോലുള്ള മർദ്ദകന്മാരുടെ കീഴിലായിരുന്നു ആലപ്പുഴ സബ് ജയിൽ. അപ്പോൾ അതുകൊണ്ട് മർദ്ദനം അവസാനിപ്പിക്കുക എന്നുള്ള നിലയിൽ ഒരു മുദ്രാവാക്യം വെച്ചിട്ട് OM ഖാദറിനെ സ്ഥലം മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നിരാഹാര സമരം നടത്തി. ആ നിരാഹാര സമരം നടത്തുന്നതിന് ആരംഭ ദിവസം എം ഗോവിന്ദാരെ മർദ്ദിക്കുന്നതിനിടയിൽ അദ്ദേഹം ഒരു പോലീസുകാരൻ്റെ, ക്രൂരമായ മർദ്ദനം നടത്തുന്ന ഒരു പോലീസുകാരൻ്റെ ട്രൗസറിൻ്റെ ഉള്ളിൽ കൂടി അയാളെ ഇതിനെ പേറി പിടിച്ചു. അയാൾ വല്ലാതെ വിഷമിച്ചു, വിട്ടില്ല. നിന്നെ കൊല്ലൂടായ, നിന്നെ പറഞ്ഞു, നിന്നെ കൊല്ലൂടും, നീ എന്നെ ഇത്രയും മർദ്ദിച്ചല്ലേ കഴിവേറി എന്ന് ചോദിച്ചുകൊണ്ട് ഉള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ പിന്നെ OM ഖാദറെ മാറ്റാമെന്ന് പിന്നെ DSP അച്യുതൻ ഞങ്ങളുടെ പിന്നെ സബ് ജയിലിൽ വന്നിട്ട് നിരാഹാര സമരം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ഉറപ്പ് നൽകി, ഖാദറെ ഞങ്ങൾ മാറ്റാം. വല്ലപ്പോഴും ലഹരി പദാർത്ഥങ്ങൾ
മദ്യം അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ? മദ്യമൊന്നും ഞാൻ കഴിച്ചിട്ടില്ല, പക്ഷേ കള്ളൊന്നും കണ്ടിട്ടുണ്ടെന്നല്ലാതെ കുടിച്ചിട്ടില്ല. പക്ഷേ ഒരു ചെയിൻ സ്മോക്കർ ആയിരുന്നു. ഞാൻ വെടി വലിക്കും, സിഗരറ്റ് വലിക്കും, അതിലെല്ലാം ഒരു ഇപ്പോൾ വലിയ അത് അതൊന്നും പരിപൂർണമായിട്ട് ഈ അടുത്ത കാലത്താണ് നിർത്തിയത്. അല്ലല്ല, വളരെ കാലത്തിന് മുമ്പേ, നിങ്ങളൊന്നും കണ്ടിട്ടില്ലേ? വളരെ കാലത്തിന് മുമ്പേ തന്നെ ഞാനത് നിർത്തി. കാരണം ആ ആസ്മ വന്നു, നിരന്തരമായ ചുമ വന്നു, ആ നിർത്താത്ത ചുമ, നിർത്താത്ത വലി പോലെ തന്നെ നിർത്താത്ത ചുമകൾ കൊണ്ട് ദുസ്സഹമായപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കണ്ടീഷൻ, ഇനി വലിക്കാൻ പാടില്ല. പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്തും വളരെ വാചാലനായിരുന്നു. ശരിക്കും കാര്യങ്ങൾ കൃത്യമായിട്ട് അന്നും ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ സിനിമാ താരം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഒരു താരം തന്നെയായിരുന്നു. ഇന്നും താരമല്ല എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞ് ഇപ്പോഴും മനസ്സിൻ്റെ അകത്ത് ഇനിയും എനിക്ക് ചെയ്യേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതൊക്കെ എനിക്ക് ഈ നമ്മുടെ കാലാവധി കഴിയുന്നതിനേക്കാൾ മുമ്പ് ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും നഷ്ടബോധങ്ങളും കാര്യങ്ങളൊക്കെ ഇനിയും ബാക്കിയുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ പീരീഡിൽ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർക്ക് ആശ്വാസം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കിലോയ്ക്ക് 2 രൂപയ്ക്ക് അരി കൊടുക്കും. അധികാരത്തിൽ വരുമ്പോഴേക്ക് കൃഷിക്കാർ ഒരു 1500ഓളം കൃഷിക്കാർ ആത്മഹത്യ ചെയ്തു. ഞങ്ങളത് അധികാരത്തിൽ വന്നതിന് ശേഷം പിന്നെ ആത്മഹത്യ ചെയ്ത എല്ലാ കുടുംബങ്ങൾക്കും 50,000 രൂപ വീതം സഹായം നൽകി. അതുപോലെ തന്നെ മറ്റൊരാൾ ആത്മഹത്യ ചെയ്യാതിരിക്കത്തക്ക തരത്തിൽ ആത്മഹത്യ ചെയ്ത കുടുംബങ്ങളുടെ മറ്റംഗങ്ങളെ എല്ലാവരുടെയും കടങ്ങൾ എഴുതിത്തള്ളി അവരെ ഒരാശ്വാസം നൽകി എന്ന് മാത്രമല്ല, പലിശയില്ലാത്ത കടം കൃഷിക്കാർക്ക് കടം കൊടുക്കുമ്പം പിന്നെ മുൻ ഗവൺമെൻറ് വല്ലാത്ത അമിതമായ പലിശ ആണ് വാങ്ങിക്കൊണ്ടിരുന്നതെങ്കിൽ പലിശയില്ലാത്ത പലിശരഹിതമായ വായ്പ ഞങ്ങൾ കൊടുത്തു തുടങ്ങി. അതുപോലെ തന്നെ നെല്ലിൻ്റെ സംഭരണ വില ഓരോ ആണ്ടിലും കൂട്ടി 7 ഇപ്പോൾ 12ആണ്. 7 രൂപ മാത്രമായിരുന്ന കിലോയ്ക്ക് ഇപ്പോൾ 12 രൂപ ഞങ്ങൾ അരിക്ക് വില കൊടുക്കുകയാണ്. 60,000ഓളം ഏക്കർ സ്ഥലം പുതുതായി കൃഷി ചെയ്യത്തക്ക തരത്തിൽ 1.25 ലക്ഷം ടണ്ണോളം കൂടുതൽ കേരളത്തിൽ നെല്ലുൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ പിന്നെ മത്സ്യത്തൊഴിലാളികൾക്കും കടാശ്വാസ നിയമം കൊണ്ടുവന്നു. അവർക്ക് നിലവിലുണ്ടായിരുന്ന കടകളെല്ലാം എഴുതിത്തള്ളി അവർക്കും ആശ്വാസകരമായ നടപടികൾ ഈ ഗവൺമെൻറ് ഇതിനകം എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ഒരു മഹാബലി പോലെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 രൂപയ്ക്ക് അരി എന്ന് പറയുന്നത് സ്വപ്നം കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതൊന്നും ആരാണെങ്കിലും തുറന്ന് പറയേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഞാൻ ഈ പാർട്ടിയാണ് ആ പാർട്ടിയാണ്, അതല്ല. 2 രൂപയ്ക്ക് അരി എന്ന് പറയുന്നത് വലിയൊരു സത്യമാണ് അതിൽ. കാരണം ഒരു വീട്ടിൽ ആകെ വേണ്ടത് ചിലപ്പോൾ ഒരാഴ്ച 6 കിലോ 7 കിലോ അരിയൊക്കെ ആയിരിക്കാം. മനസ്സിലായോ? അത് 2 രൂപയ്ക്ക് കിട്ടാന്ന് പറഞ്ഞാൽ നിസ്സാര കാശുകൾക്ക് വരുന്നത്. അപ്പം നമുക്ക് ഒരു പാട്ട് മാവേലിയുടെ മാവേലി നാടുവാണിടുങ്കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആപത്ത് ആമോദത്തോടെ വസിക്കും കാലം ആപത്ത് ആർക്കും ഇല്ലതാനും കള്ളവുമില്ല ചതിവുമില്ല കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല എള്ളോളമില്ല പൊളിവചനം. ഇവിടെയും നമ്മൾ ആ തരത്തിൽ അഴിമതി പരമാവധി കുറയ്ക്കാനും കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ച് കുറ്റവാളികളെ ശിക്ഷിക്കാനും ഉള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെല്ലാം ആ നിലയിൽ നല്ല ചിന്തയിലേക്ക് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നസെൻ്റ് ഇവിടെ വന്നു. സന്തോഷകരമായ രംഗങ്ങളാണ് ഇൻ്റർവ്യൂവിൽ ഉണ്ടായിട്ടുള്ളത്. അതിന് ഞാൻ ഇന്നസെൻ്റിനെയും കൂടെ വന്നിട്ടുള്ള സുഹൃത്തുക്കളെയും അനുമോദിക്കുന്നു, അഭിനന്ദിക്കുന്നു, നിർത്തുന്നു. ഞങ്ങളുടെ